ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. കനത്ത മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നഗരസഭ. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും കേന്ദ്രമന്ത്രിമാരും നീതി ആയോഗ് സിഇഒയും മറ്റ് അംഗങ്ങളും ഭരണസമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2047ഓടെ വികസിത ഭാരതത്തിനായി വികസിത സംസ്ഥാനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര പര്യടനത്തിനായി ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം യാത്ര തിരിച്ചു. US, പനാമ, ഗയാന, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളാണ് സംഘം സന്ദർശിക്കുക. അതേസമയം ബൈജയന്ത് പാണ്ഡെ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ബഹ്റിനിലെത്തി. സൌദി, കുവൈറ്റ്, അൾജീരിയ എന്നീ രാജ്യങ്ങളും ഈ സംഘം സന്ദർശിക്കും. സഞ്ജയ് ഝാ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം ബ്രസീൽ, ഓസ്ട്രേലിയ, കൊളംബിയ, ഗ്രീസ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാരുമായി ജപ്പാനിൽ കൂടിക്കാഴ്ച നടത്തി. കനിമൊഴി MPയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിൽ പര്യടനം തുടരുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ജമ്മു കാശ്മീരിലെ പൂഞ്ച് സന്ദർശിക്കും. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും കുടുംബങ്ങളെ അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2009 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് കാലവർഷം നേരത്തെ എത്തുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. തീവ്ര മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലകളിൽ വിലക്കേർപ്പെടുത്തി. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിലെ ട്രക്കിംഗും നിരോധിച്ചു. ക്വാറികളുടെ പ്രവർത്തനം, മണ്ണെടുപ്പ്, ഖനനം എന്നിവയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്തെ മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരും MLAമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന യോഗം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ചേരും. കണ്ണൂർ ജില്ലയിൽ ഇന്നു മുതൽ 3 ദിവസം ചുവപ്പ് ജാഗ്രത. ഏത് സാഹചര്യവും നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. റെഡ് അലർട്ട് ആണെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഇന്ന് മഴയുടെ തീവ്രത കുറവാണ്. എങ്കിലും ചിലയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരി ജൂബിലി കോംപ്ലക്സിൽ അല്പം മുൻപ് കൂറ്റൻ തണൽമരം കടപുഴകി വീണു. ആളപായമില്ല. നിർത്തിയിട്ട ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപറ്റി. ഇന്നലെ രാത്രിയുണ്ടായ കാറ്റിൽ പയ്യന്നൂർ, മാവിച്ചേരി, എരമംകുറ്റൂർ, നെല്ലിയാട്ട്, വെള്ളൂർ, ചിറ്റാരിക്കോവിൽ എന്നിവിടങ്ങളിൽ മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. ദേശീയപാത 66 നിർമ്മാണം നടക്കുന്ന തളിപ്പറമ്പ് കുപ്പത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ചെളിയും മണ്ണും വീട്ടിലേക്ക് ഒലിച്ചിറങ്ങിയ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക ഇനിയും മാറിയിട്ടില്ല. മണ്ണൊലിപ്പ് തടയുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ കണ്ട് ഉയർത്തി. ഇതേ തുടർന്ന് വളപട്ടണം പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിൽ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ പെരിങ്ങോത്തിനടുത്ത് ചെങ്കൽപ്പണയിൽ മണ്ണിടിഞ്ഞു വീണ് അന്യസംസ്ഥാന തൊഴിലാളി മരിച്ചു. അസം സ്വദേശി ഗോപാൽ വർമ്മനാണ് മരിച്ചത്. ലോറിയിലേക്ക് ചെങ്കൽ കയറ്റുമ്പോൾ സമീപത്തെ കുന്നിടിഞ്ഞു വീഴുകയായിരുന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ലോറി നീക്കിയാണ് തൊഴിലാളികളെ പുറത്തെടുത്തത്. കൊച്ചി കുമ്പളത്ത് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ റോഡിലേക്ക് വീണ KSEB പോസ്റ്റിൽ തട്ടി ഇരുചക്ര വാഹന യാത്രക്കാരനായ വയോധികൻ മരിച്ചു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. അരുക്കുറ്റി സ്വദേശി അബ്ദുൽ ഗഫൂറാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ മഴ അതിശക്തമാകുമെന്നുള്ള മുന്നറിയിപ്പിനെ തുടർന്ന് ബീച്ചുകളിലും റാണിപുരം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തി. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരും. അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. മെഡിക്കൽ കോളേജിന് മുന്നിൽ മരം ഒടിഞ്ഞു വീണ് കൊല്ലം സ്വദേശിക്ക് പരിക്കേറ്റു. ഇദ്ദേഹം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. രാവിലെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ മേൽക്കൂര തകർന്നു വീണു.
താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിൽ വിവിധയിടങ്ങളിൽ മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. അരുവിക്കര ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലയിലും തീരപ്രദേശത്തും കനത്ത മഴയിലും കാറ്റിലും വീടുകളിൽ മരം വീണു. പലയിടത്തും കൃഷിനാശമുണ്ടായി. വൈദ്യുതി പലയിടത്തും പുനഃസ്ഥാപിച്ചിട്ടില്ല. ശക്തമായ കാറ്റിൽ നല്ലളത്തെ വൈദ്യുതി ടവർ ചരിഞ്ഞു. ആളപായമില്ല. ഫറോക്ക്, കടലുണ്ടി, ബേപ്പൂർ മേഖലകളിൽ 7 ഇടങ്ങളിൽ മരം നിലംപൊത്തിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീ പിണറായി വിജയന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രിയുടെ 80ാം ജന്മദിനമാണിത്. പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നഗരസഭയെ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. സമ്പൂർണ്ണ മാലിന്യമുക്തം, സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്നീയിടങ്ങളിലും നേട്ടം കൈവരിച്ച നഗരസഭ കൂടിയാണ് ഷൊർണൂർ. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. പട്ടികയിൽ ഉണ്ടായിരുന്ന 99 കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചാണ് നഗരസഭ ഈ നേട്ടം കൈവരിച്ചത്. വീടില്ലാത്ത 5 കുടുംബങ്ങൾക്കാണ് നഗരസഭ സുരക്ഷിത ഭവനം ഒരുക്കിക്കൊടുത്തിരിക്കുന്നത്. വീടും സ്ഥലവും ഇല്ലാതിരുന്ന 4 കുടുംബങ്ങൾക്ക് ഡോക്ടർ CM നീലകണ്ഠൻ മനസ്സോടിത്തിരി മണ്ണ് പദ്ധതി വഴി സംഭാവന നൽകിയ 25 സെന്റ് ഭൂമിയിൽ ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ 4 കുടുംബങ്ങളെ നഗരസഭ വാടക നൽകി വീടെടുത്ത് താമസിപ്പിച്ചിരിക്കുകയാണ്. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ മറ്റെല്ലാ പ്രശ്നങ്ങളും നേരത്തെ പരിഹരിച്ചിരുന്നുവെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കും. ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് അപേക്ഷകർക്ക് ട്രയൽ ഫലം പരിശോധിക്കാം. ബുധനാഴ്ച വൈകുന്നേരം 5 മണിവരെ ആവശ്യമായ തിരുത്തലുകൾ വരുത്താം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. വൈകുന്നേരം 7:30 ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11-ന്. പരിപാടിയുടെ 122ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം ലഭ്യമാകും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കൊല്ലം ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖലയിൽ സർക്കാരിന്റെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനായി ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 3 കൂടുതൽ വിവരങ്ങൾക്ക് www.cbcindia.gov.in സന്ദർശിക്കുക. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് 2 പേരെ കാണാതായി. പ്രദീപ്, സന്തോഷ് എന്നിവരെയാണ് കാണാതായത്. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. മലപ്പുറത്ത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം പൊതുജനങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ. ഇടിഞ്ഞ റോഡിന്റെ ഒരു ഭാഗം അടർന്നു നിൽക്കുന്നതിനാൽ വീണ്ടും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കളക്ടർ പറഞ്ഞു. സർവീസ് റോഡ് ഗതാഗത യോഗ്യമാക്കുമെന്നും കളക്ടർ അറിയിച്ചു. ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്പൻ എന്നു പേരുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ റേഷൻ കട തകർന്നു. ഇന്നലെ രാത്രിയാണ് ചെമ്പക തൊഴുകുടിയിലെത്തിയ കൊമ്പൻ റേഷൻ കടയുടെ മുൻവശം തകർത്ത് അരിയെടുക്കാൻ ശ്രമിച്ചത്. വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീണ്ടും പുലിയുടെ സാന്നിധ്യം. പാട്ടവയൽ റോഡിൽ സെന്റ് ജോസഫ് സ്കൂളിന് സമീപമാണ് പുലിയെ കണ്ടത്. മതിലിൽ നിന്ന് സമീപത്തെ പറമ്പിലേക്ക് പുലി ചാടുന്ന ദൃശ്യം ഇതുവഴി സഞ്ചരിച്ച യാത്രക്കാർ മൊബൈലിൽ പകർത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിതി ആയോഗിന്റെ 10ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മഴക്കെടുതി വിലയിരുത്താൻ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. കനത്ത മഴയുടെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖലയിൽ നിയന്ത്രണം. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭയായി പാലക്കാട് ജില്ലയിലെ ഷൊർണൂർ നഗരസഭ. ഹയർ സെക്കൻഡറി 1ാം വർഷ പ്രവേശനത്തിനായുള്ള ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.